السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن. صدق الله مولانا العلي العظيم. കേരളത്തിൽ ഇന്നലെ 12-ാം തീയതി തിങ്കളാഴ്ച റമദാനിൻ്റെ പൊന്നമ്പിളി കണ്ടതോടുകൂടെ ഇന്ന് 13-ാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധമായ റമദാൻ ആരംഭിച്ചു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ എന്നത് ഒരു വലിയ കാത്തിരിപ്പിൻ്റെ സാക്ഷാത്കാരമാണ്. നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം റമദാനിൻ്റെ മുന്നേയുള്ള 2 മാസങ്ങളായ റജബ്, ഷഅബാൻ, ആ റജബ് 1 മുതൽ വിശ്വാസികളോട് നിരന്തരം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട വളരെ പ്രധാനമായ ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, വിശുദ്ധമായ റമളാനിലേക്ക് ആയുസ്സോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ. ആഫിയത്തോടുകൂടെ ആരാധനകൾക്ക് വിഘാതമാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ സർവോപരി ഊർജ്ജസ്വലതയോടുകൂടെ ഇബാദത്ത് ചെയ്യാനുള്ള ശാരീരികവും മാനസികവുമായ പക്വത കൈവരിച്ചുകൊണ്ട് റമദാനിലേക്ക് എത്തിക്കണമേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. ആ പ്രാർത്ഥന ഓരോ വിശ്വാസിയും മനമുരുകി അവരവരുടെ സ്വകാര്യ ജീവിതത്തിലും പൊതുയിടങ്ങളിലുമൊക്കെ ദുആ ചെയ്തപ്പോൾ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആ ഒരു വലിയ കാത്തിരിപ്പിൻ്റെ സാഫല്യമായി വിശുദ്ധ റമദാനിലേക്ക് എത്താൻ കഴിഞ്ഞു. അതേസമയത്ത് റജബ് 1 മുതൽ ദുആ ചെയ്തിട്ട് അത് സാഫല്യമാവാതെ റജബിലും ഷഅബാനിലും എത്രത്തോളം റമദാനിൻ്റെ പൊന്നമ്പിളി മാനത്തുദിച്ചതിനു ശേഷവും വിട പറഞ്ഞ മൺമറഞ്ഞുപോയ ഒരുപാട് ആളുകളുണ്ട്. ഒരർത്ഥത്തിൽ നമുക്ക് ആ കാത്തിരിപ്പിൻ്റെ സാഫല്യം കിട്ടാതെ പോയവർ എന്ന് വിശ്വസിക്കാം. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം ക്ഷണിച്ചു വരുത്തിയ അതിഥിയാണ് വിശുദ്ധ റമദാൻ. നമുക്കറിയാം, ക്ഷണിക്കാതെ വന്നവനും ക്ഷണിച്ചു വന്നവനും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. ക്ഷണിച്ചു വരുത്തിയ ഒരു അതിഥിയെ നാം ഒരിക്കലും ഒരു കാരണവശാലും അപമാനിക്കാൻ പാടില്ല. അയാളെ നമ്മൾ ആദരവിൻ്റെ ഏതറ്റം വരെ നൽകി നമ്മൾ സ്വീകരിക്കാൻ പറ്റുമോ അത്രയും ആദരവുകൾ നമ്മൾ നൽകണം. ഇവിടെ സാഫല്യമായ ഈ കാത്തിരിപ്പിന് ഭാഗ്യം ലഭിച്ചവർ നമ്മളായതുകൊണ്ട് തന്നെ ഇനി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ കിട്ടിയ നിധി എത്രമാത്രം പ്രയോജനകരമായ രീതിയിൽ, ഉപകാരപ്രദമായ രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാവണം. ഇന്നലെ മഗ്രിബ് മുതൽ വിശുദ്ധ റമദാൻ ആരംഭിച്ചപ്പോൾ കേരളത്തിലെ മിക്ക പള്ളികളിലും അറിവനുസരിച്ച് വൻ വരവേൽപ്പായിരുന്നു റമദാനിന് നൽകിയത്. ഇന്നലെ നടന്ന തറാവീഹ് നിസ്കാരങ്ങളിൽ പൊള്ളുന്ന ചൂടിനെ തോൽപ്പിച്ചുകൊണ്ട്
വൻ തിരക്കായിരുന്നു തറാവീഹ് നിസ്കാരങ്ങൾക്ക് എന്നറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ, റമളാനിൻ്റെ അവസാനം വരെ അത് നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ റമളാനിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ശക്തമായ ചൂട്. പഠനമനുസരിച്ച് 56 വർഷത്തോളം ആയി ഭൗമ താപം 90% വർദ്ധിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ഏകദേശം 1.8 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് അധികരിക്കും, ഭൗമ താപം കൂടും എന്നതാണ് കണക്ക്. നമുക്ക് കിട്ടിയ ഈ വിശുദ്ധമായ റമളാൻ കൊടും ചൂടിലാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും രക്ഷിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളവും ഭീകരമായ മാനസിക സംഘർഷത്തിനിടയിൽ പോകുന്ന പരീക്ഷയുടെ കാലഘട്ടവുമാണ്. ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റായ SSLCയും +2വും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങൾ അടക്കം എല്ലാ ക്ലാസ്സുകളിലെയും പരീക്ഷകൾ നടക്കുകയാണ്. ജീവിതത്തിൻ്റെ ഭാവിയെ നിർണയിക്കുന്ന പരീക്ഷകൾ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് വലിയ വെല്ലുവിളികളായി മാറാറുണ്ട്. ആ വെല്ലുവിളിയും അതേപോലെ തന്നെ ഭൗമതാപവും കൂടെയാകുമ്പോൾ വളരെ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഘട്ടങ്ങളാണ്. പക്ഷേ ഇത് രണ്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി, പരീക്ഷ എന്നത് അത് ഭൗതിക തലത്തിലുള്ള SSLCയും ഹയർ സെക്കൻഡറിയുമൊക്കെ ഭൗതിക ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റാണെങ്കിൽ വിശുദ്ധമായ റമളാൻ അത് ആത്മീയ ലോകത്തിലേക്കുള്ള ടേണിംഗ് പോയിൻ്റാണ്. ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റമളാൻ എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷയുടെ കാലഘട്ടമാണ്. ഭൗതിക ലോകത്ത് നേരത്തെ പറയപ്പെട്ട ക്ലാസ്സുകളിലെ പരീക്ഷകൾ നമുക്ക് എഴുതി ഒരുപക്ഷെ ഹതഭാഗ്യം കൊണ്ട് നാം പരാജയപ്പെട്ടു എന്ന് വെക്കുക, അത് പിന്നീട് പരീക്ഷയിലൂടെ നേടിയെടുക്കാനുള്ള സുവർണാവസരം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു എല്ലാ മക്കൾക്കും വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേസമയത്ത് ആത്മീയ ലോകത്തേക്കുള്ള പരീക്ഷ ഹാളായ വിശുദ്ധമായ റമളാൻ, ആ റമളാൻ എന്ന പരീക്ഷ ഹാളിലെ സമയം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീടത് പരീക്ഷയിലൂടെ നേടിയെടുക്കാനുള്ള ഒരുവിധ സംവിധാനവും ലോകത്തില്ല. അതുകൊണ്ട് പരീക്ഷകളുടെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ്. കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കരിക്കുലം അനുസരിച്ച് വരുന്ന പ്രവൃത്തി ദിവസങ്ങളിൽ, എക്സാം ടൈം ടേബിളിൽ വരുന്ന ദിവസങ്ങളല്ലാത്ത ദിവസങ്ങളിലൊക്കെ കുട്ടി പൊതുവെ അശ്രദ്ധനായി നടന്നാലും പരീക്ഷയുടെ ടൈമിൽ ആ കുട്ടി വളരെ ഭദ്രമായി ശ്രദ്ധാപൂർവം ഇരിക്കും. കാരണം അത് നമ്മുടെ ഭൗതിക ആവശ്യകതയുടെ ഒരു ഘടകമാണ്. അതേസമയത്ത് 11 മാസക്കാലം ഒരു വിശ്വാസി അശ്രദ്ധനായി നടന്നപ്പോൾ അവൻ്റെ അശ്രദ്ധയിൽ നിന്ന് അവൻ്റെ മനസ്സിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു നൽകിയ ജഗനിയന്താവ് നൽകിയ ഏറ്റവും വലിയൊരു സുവർണാവസരമാണ് വിശുദ്ധമായ റമളാൻ. അതിനാവശ്യമായ അവസരങ്ങളും അതിനാവശ്യമായ ആനുകൂല്യങ്ങളുമൊക്കെ സംവിധാനിച്ചുകൊണ്ട് ഈ ഒരു മാസക്കാലം നമ്മുടെ മുന്നിലേക്ക് അള്ളാഹു ഇട്ടുതരികയാണ്. ഓഫറുകളുടെ പെരുമഴക്കാലമാണ് യഥാർത്ഥത്തിൽ റമളാൻ. മിനിഞ്ഞാന്ന് വരെ
ഇന്നലെ വരെ ളുഹുർ നിസ്കരിച്ച ഒരു മുഅ്മിനിന് കിട്ടിയിരുന്നത് ഒരൊറ്റ ളുഹുർ നിസ്കാരത്തിൻ്റെ പ്രതിഫലമായിരുന്നെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച നമ്മൾ നിസ്കരിക്കുന്ന ളുഹുർ അല്ലെങ്കിൽ ഏത് ഫർള് നിസ്കാരമാണെങ്കിലും അതിന് അല്ലാഹു ഓഫർ ചെയ്യുന്നത് 70 ഫർളുകളുടെ പ്രതിഫലമാണ്. ഒരു ഫർളെടുത്താൽ 70 ഫർളിൻ്റെ പ്രതിഫലമാണ്. ഇന്നലെ നമ്മൾ നിസ്കാര സമയത്ത് തലയിൽ തൊപ്പി വെക്കുമ്പോൾ സുന്നത്തിൻ്റെ കൂലിയാണ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വുളൂ ചെയ്യുമ്പോൾ കൈകൾ കഴുകിയതിനു ശേഷം മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്, അതിനൊരൊറ്റ സുന്നത്തിൻ്റെ കൂലിയാണ് കിട്ടിയിരുന്നതെങ്കിൽ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് ചൊല്ലുമ്പോൾ ഒരൊറ്റ സുന്നത്തിൻ്റെ കൂലിയാണ് കിട്ടിയിരുന്നെങ്കിൽ, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് എന്ന് ചൊല്ലുമ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇരിക്കുക എന്ന സുന്നത്ത് നമ്മൾ എടുക്കുമ്പോൾ, വലത് കൈകൊണ്ട് ഗ്ലാസ് പിടിക്കുക എന്ന സുന്നത്ത് നമ്മൾ എടുക്കുമ്പോൾ, അതേപോലെ തന്നെ കുടിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി കുടിക്കുക എന്ന സുന്നത്ത് നമ്മൾ എടുക്കുമ്പോൾ, ഇങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകൾക്കൊക്കെ ഐച്ഛികമായ ഹുക്കുമും അതിൻ്റെ കൂലിയുമായിരുന്നുണ്ടായിരുന്നതെങ്കിൽ ഇന്നതിൻ്റെ സ്ഥിതി മാറി. ഇന്ന് ഒരു സുന്നത്തിനൊരു ഫർളിൻ്റെ കൂലി. നാം ഒരു സുന്നത്തെടുക്കുമ്പോൾ ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം, റവാത്തിബ് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നമ്മൾ എടുക്കുമ്പോൾ അതിന് നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ കാലത്ത് ഒരു ളുഹുർ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ്. ഇതാണ് ഓഫറിൻ്റെ പെരുമഴക്കാലം എന്ന് പറയുന്നത്. 70 മുതൽ 700 വരെ എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു പരീക്ഷാ ടൈമിനെയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഏതെല്ലാം രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിലെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഏറ്റവും ഈ മാസത്തിൻ്റെ പ്രത്യേകത തറാവീഹ് നിസ്കാരമാണ്. അതേപോലെ തന്നെ നോമ്പുമാണ്. 20 റക്അത്ത് തറാവീഹും 11 റക്അത്ത് വിത്റും നിസ്കരിക്കുന്ന ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, ഒരു വിശ്വാസി, അയാളുടെ ജീവിതത്തിൽ എത്രയോ വലിയ പുണ്യങ്ങളാണ് വാരിക്കൂട്ടുന്നത്. ഇഅ്തികാഫിരിക്കുന്നത് പ്രതിഫലാർഹമാണ്, സുന്നത്താണ്. അത് റമളാനിലാകുമ്പോൾ ഇരട്ടി പ്രതിഫലവും നൽകപ്പെടുന്നു. ഇങ്ങനെ ഒരു മുഅ്മിൻ ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് വിശുദ്ധമായ നോമ്പ് നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികൾക്കും നമ്മൾ നിർബന്ധമാക്കി. അതിൻ്റെ കാരണം പറഞ്ഞത് എന്താ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കുന്നോ എന്ന് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു പരീക്ഷാ ഹാളാണ് യഥാർത്ഥത്തിൽ ഇത്. ഇവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ പിന്നീട് അത് പരീക്ഷ എഴുതിയെടുക്കാനുള്ള ഒരുവിധ മാർഗവും പരീക്ഷയിലൂടെ കഴിഞ്ഞ കാലത്തെ വീണ്ടെടുക്കാനുള്ള ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. ഓരോന്നും, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ട അത്യന്താപേക്ഷിതമായ ഒരു കാലമാണ്. കാരണം നമ്മുടെ ആയുസ് വളരെ പരിമിതമാണ്, ആയുസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ അന്തരീക്ഷം, പഴയകാലത്തൊക്കെ കേരളത്തിൻ്റെ അന്തരീക്ഷം സന്തുലിതവും സന്തോഷകരവുമായിരുന്നുവെങ്കിൽ ഇന്ന് ചൂട് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു എന്ന് ഖുർആൻ പറയുന്നത് കാണാം. ഭൂമിയിലും അതേ കരയിലും കടലിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി. പ്രകൃതി വികൃതികൾ കാണിക്കാൻ തുടങ്ങി. പ്രകൃതി മനുഷ്യൻ്റെ സംരക്ഷണത്തിനു പകരം മനുഷ്യനെ കടന്നാക്രമിക്കാൻ തുടങ്ങി. അതെന്താ? ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ ചെയ്ത ചില ചെയ്തികൾ അവർ തന്നെ രുചിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് കേരളത്തിലടക്കം
സന്തുലിതവും സന്തോഷകരവുമായിരുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ടായിരുന്ന, നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിച്ചിരുന്ന നമ്മുടെ നാടടക്കം ഊഷ്ണത്തിൻ്റെ കൊടും ചൂടിൻ്റെ കൈപ്പടയിൽ അമർന്ന് നെരുങ്ങുന്നത് അള്ളാഹു നല്ല അന്തരീക്ഷവും കാലാവസ്ഥയുമൊക്കെ തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് നമ്മുടെ ചെയ്തികൾ? നമുക്കറിയാം, ചൂട് കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ പഠനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ നടന്നത് ഭൂമിയിൽ കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ, അത് ഒരു പരിധിവരെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെ നിരത്തിലൂടെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഓടി ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ പൊല്യൂഷൻസ്, അത് അന്തരീക്ഷത്തെ കൂടുതൽ മലീമസമാക്കുന്നു. ഒരു വർഷത്തിൽ ഇന്ത്യയിൽ ഏകദേശം 40,000 പേർ അന്തരീക്ഷ മലിനീകരണം കാരണം മരണപ്പെടുന്നു എന്നതാണ് റിപ്പോർട്ട്. ആരാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാർ? അന്തരീക്ഷത്തെ വികൃതമാക്കുന്ന നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കപ്പെടാനുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല. മലകളെല്ലാം ഇടിച്ചു നിരത്തുന്നു, മരങ്ങളെല്ലാം വെട്ടി നുറുക്കുകയും ചെയ്യുന്നു. ഒരാളും ഒരു മരവും നട്ടുപിടിപ്പിക്കുന്നില്ല. നാം കറിയിലേക്ക് അരക്കുന്ന തേങ്ങ വരെ പഴയകാലത്ത് നമ്മുടെ ഏതെങ്കിലും തലമുറയിലെ ഉപ്പാപ്പമാരോ ഉമ്മാമ്മമാരോ ഒക്കെ നട്ടുപിടിപ്പിച്ച തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഫലമാണ്. നാം രുചിക്കുന്ന മാങ്ങ നാം നട്ട തൈകളല്ല, തൈകളിൽ നിന്ന് വളർന്നതല്ല, പിന്നെയോ നമ്മുടെ മുൻഗാമികൾ നട്ട തൈകളിൽ നിന്ന് വളർന്നു വന്നതാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സഹാബി ചോദിച്ചു, നാളെ ഖിയാമത്ത് നാളാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഇന്ന് ഞാൻ എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, നീ ഇന്ന് ഒരു മരം നട്ടുപിടിപ്പിക്കണമെന്നാണ്. ഇങ്ങനെ പ്രകൃതിയോട് നാം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ നമ്മോട് കൽപ്പിച്ചതാണ്. അതേപോലെ തന്നെ പക്ഷേ നാമും എല്ലാവരും ഖുർആനിനെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുമൊക്കെ പ്രകൃതിയോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള വികൃതികൾ കാരണം പ്രകൃതി നമ്മെ എതിർക്കാൻ തുടങ്ങി. നാം കൊടും ചൂടിലായിപ്പോയി. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ ചൂടാണെങ്കിലും ഒരു മുസ്ലിം ഒരിക്കലും പതറാൻ പാടില്ല, ഇബാദത്തിൽ നിന്ന് ഉൾവലിയാൻ പാടില്ല. ശീതീകരിച്ച പള്ളികളിൽ ആശ്രയിക്കുന്ന ഒരവസ്ഥ മാത്രമുണ്ടാവാൻ പാടില്ല. എയർ കണ്ടീഷൻ ചെയ്ത പള്ളികളിൽ തന്നെ പോവൂ, എങ്കിലേ ഞാൻ തറാവീഹ് നിസ്കരിക്കൂ എന്നതും ഉണ്ടാവാൻ പാടില്ല. മലക്കുകളോട് വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയുടെ ഒരായത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഞാൻ മലക്കുകളോട് പറഞ്ഞ അങ്ങയുടെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാനിങ്ങനെ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്. മലക്കുകളും അള്ളാഹുവും തമ്മിലുള്ള സംഭാഷണമാണ്, ഒരു മുഷാവറയാണ്, ഒരു കൂടിയാലോചനയാണ്. ആ സമയത്ത് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു, അത്തജ്അലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വയസ്ഫികു ദിമാ. അള്ളാഹുവേ, ഭൂമിയിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന, ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഭാഗത്തെയാണോ അവിടുത്തെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. അങ്ങ് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നതിനുള്ള കൂടിയാലോചനയ്ക്ക് മുമ്പേ സൃഷ്ടിച്ച ഞങ്ങൾ ചെയ്യുന്നത് എന്താ? നഹ്നു നുസബ്ബിഹു ബിഹംദിക, അങ്ങേക്ക് തസ്ബീഹ് ചൊല്ലുന്നു, അങ്ങേക്ക് ഹംദ് ചൊല്ലുന്നു, അൽഹംദുലില്ലാ ചൊല്ലുന്നു, വനുഖദ്ദിസു ലക, അങ്ങയെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇതല്ലാതെ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല, ആ ഞങ്ങൾ പോരെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു അവർക്ക് അന്ന് കൊടുത്തൊരു മറുപടിയുണ്ട്. പല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഓ മലായിക്ക, ഞാൻ നിങ്ങളുമായി ഒരു ചർച്ച നടത്തി എന്നത് ശരി തന്നെയാണ്, പക്ഷേ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ പറഞ്ഞ നെഗറ്റീവുകൾ, നിങ്ങൾ പറഞ്ഞ ആ ന്യൂനതകൾ, അതേ നിങ്ങൾക്കറിയൂ. പക്ഷേ ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അതെന്താ? എത്ര ചൂടായാലും
അന്തരീക്ഷത്തിൻ്റെ താപനില എത്ര ഡിഗ്രി വന്നാലും എത്ര സെൽഷ്യസിലേക്ക് ഉയർന്നു പോയാലും ശരി, ഒരാളും ഇബാദത്തുകളിൽ നിന്ന് പുറകോട്ടു പോവില്ല. ദാഹവും വിശപ്പും കഠിനമായ ദാഹം കൊണ്ട് നമുക്ക് നോമ്പേതര റമദാനേതര മാസങ്ങളിൽ വരെ പിടിച്ചു നിൽക്കാൻ കഴിയാതിരിക്കുമ്പോഴും ഇത്തരം കൊടും ചൂടിലും ഒരു മുസ്ലിം രാവിലെ പ്രഭാതം മുതൽ സുബഹ് മുതൽ വൈകുന്നേരം പ്രദോഷം വരെ മഗ്രിബ് വരെ കടും ചൂടിൽ വെള്ളമൊഴിവാക്കിയതിൻ്റെ കാരണമെന്താ? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അതാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്കറിയാത്ത ഒരുപാട് നന്മകൾ മനുഷ്യനിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത്തരം നന്മകളാണ് നമ്മിൽ അള്ളാഹു പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് റബ്ബിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ വളരാൻ ഈ വിശുദ്ധമായ റമദാൻ നമുക്ക് പ്രചോദനമാകണം. അപ്പോൾ നമ്മളെല്ലാവരും വിജയിച്ചവരായി മാറും. അല്ലെങ്കിൽ ജീവിതകളിയുടെ അവസാന നിമിഷത്തിലെ ഏറ്റവും അവസാന നിമിഷത്തിൻ്റെ ടേണിംഗ് പോയിൻ്റായ ആ വിസിൽ വരുന്ന സമയത്ത്, ഊതുന്ന സമയത്ത്, ആ ഒരു സമയത്ത് നമ്മുടെ റിസൾട്ട് ആകെ മറയുന്നതാണ്. നമ്മുടെ നിർണായകമായ ഒരു ടേണിംഗ് പോയിൻറ്റിനെ തീരുമാനിക്കാനുള്ളതാണെങ്കിൽ ആ കളിയുടെ അവസാനത്തെ വിസിലാകുന്ന നമ്മുടെ മരണവേള വരുന്ന സമയത്ത് പിന്നെ നാം ഓരോരുത്തരും ഓരോ കളിയിലും കൂടുതൽ ഗോള് നേടി വിജയിക്കുന്ന ടീമും അതേപോലെ തന്നെ കൂടുതൽ ഗോള് കൊടുത്ത് കിട്ടി പരാജയപ്പെടുന്ന ടീമും രണ്ടുപേരും റഫറിയെ തുറിച്ച് നോക്കുന്ന ഒരു സമയമുണ്ട്. ഏതാണ് ആ സമയം? അവൻ്റെ ആ കളിയുടെ പര്യവസാനം. കളിയിൽ ഗോളുകൾ നേടി വിജയിച്ചവൻ ചിന്തിക്കുന്നത് റഫറി ഒരിക്കലും വിസിലടിക്കരുത് എന്നാണെങ്കിൽ, ആ ഇഞ്ചുറി ടൈമിൽ ഗോളിൻ്റെ സാന്നിധ്യം, ഗോള് കൊണ്ട് പരാജയത്തിൻ്റെ കയ്പുനീരനുഭവിക്കുന്ന ടീം അവരാഗ്രഹിക്കുന്നത്, വിജയിക്കുന്നവർ ആഗ്രഹിക്കുന്നത് റഫറി എത്രയും പെട്ടെന്ന് വിസിലടിച്ചിരുന്നെങ്കിൽ എന്നാണ്. അതേസമയത്ത് ഇങ്ങനെയൊരു പര്യവസാനം, ഇങ്ങനെയൊരു അവസാനത്തെ വിസിൽ, ഒരു റെഡ് കാർഡ് നമുക്കൊക്കെ കാട്ടാനുള്ള നിമിഷം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തുണ്ട്. അതുകൊണ്ട് അന്ന് നമുക്ക് റഫറിയോട് എന്തു പറയണം? ഇനിയും വിസിലടിക്കരുത് എന്ന് പറയുന്നതിന് പകരം എത്രയും പെട്ടെന്ന് വിസിലടിക്കണം എന്ന് പറയേണ്ട ഒരു വിഭാഗമായി, വിജയികളായി നമുക്ക് മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നൽ മുഅ്മിന ഇദാ ആയനൽ മലായിക്കത്ത, ഒരു മുഅ്മിൻ മരണസമയത്ത് മരണവേളയിൽ അവൻ്റെ ചുറ്റും തടിച്ചുകൂടി നിൽക്കുന്ന, സന്നിഹിതരായി നിൽക്കുന്ന മലായിക്കത്ത്, ആ മലായിക്കത്തിനെ കാണുമ്പോൾ ഖാലു, മലായിക്കത്ത് അവനോട് ചോദിക്കും മരണവേളയിൽ, നിർജിയൂക്ക, നിന്നെ ഞങ്ങൾ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നോട്ടെ, ഇപ്പോൾ തൽക്കാലം നിൻ്റെ റൂഹ് പിടിക്കാതിരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഫയഖൂലു, മുഅ്മിനായ മനുഷ്യൻ പറയും, ദാറുൽ ഹുമൂമി വൽ അഹ്സാൻ, അല്ല, ഇവിടെ ടെൻഷൻ്റെയും ദുഃഖത്തിൻ്റെയും പരാജയങ്ങളുടെയും ഭവനമായ ദുനിയാവിലേക്ക് ഇനിയൊരു തിരിച്ചുവരവിന് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല, അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. ബൽ ഖദ്ദിമൂ ഇലല്ലാഹ്, മറിച്ച് നിങ്ങൾ കൊണ്ടുപോവേണ്ടത്, നിങ്ങൾ കൊണ്ടുപോവേണ്ടത് അള്ളാഹുവിലേക്കാണ്. എന്ന് വെച്ചാൽ ഈ സമയത്ത് തന്നെ വിസിലടിക്കണം, ഈ സമയത്ത് തന്നെ എൻ്റെ റൂഹ് പിടിക്കണം, എനിക്കൊരു പ്രശ്നമല്ല, കാരണം ഞാൻ വിജയിയാണ്. അതേസമയത്ത് അമ്മൽ കാഫിറു, അമലുകൾ ചെയ്യാതെ പരാജിതനായിപ്പോയ ആൾ, അവനോടും ഫയഖൂലൂന, അവനോടും മലക്കുകൾ പറയും, നിർജിയൂക്ക, നിന്നെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവന്നു കൊള്ളട്ടെ, ഇപ്പം നിൻ്റെ ജീവനെടുക്കാതെ, നിൻ്റെ മരണം സംഭവിപ്പിക്കാതെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു കൊള്ളട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഫയഖൂലു, അവൻ പറയും, റബ്ബിർജിഊൻ, അതേ എൻ്റെ റബ്ബേ, എന്നെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നവൻ പറയും. അപ്പോൾ ഈ രണ്ട് വിഭാഗവും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരാജയപ്പെട്ടവൻ വിസിലടിക്കരുതേ എന്ന് ആഗ്രഹിക്കുമ്പോൾ, വിജയിക്കുന്നവൻ വിസിലടിക്കണേ എന്നാണ് ആഗ്രഹിക്കുന്നത്.
അതുപോലെ മരണസമയത്ത് മലക്കുകൾ നാം ഓരോരുത്തരോടും ചോദിക്കും, നിന്നെ ഞാൻ ഈ സമയത്ത് റൂഹ് പിടിക്കാതെ അങ്ങോട്ട് നീട്ടിവെച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ട, ഇപ്പോൾ തന്നെ എൻ്റെ ജീവനെടുത്തോളൂ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വളരണമെങ്കിൽ വിശുദ്ധമായ റമളാൻ നമുക്ക് ഫലപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 30 നാളുകൾ 30 പുറങ്ങളുള്ള ഒരു ചെക്ക് ബുക്കാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. ഓരോ ലീഫിലും ഓരോ പുറങ്ങളിലും നമുക്ക് എഴുതി വാങ്ങാൻ പിന്നെ ഇത്ര പണം എന്നതിൻ്റെ ഒരു ലിമിറ്റേഷനുമില്ല, എത്രയും നമുക്ക് എഴുതി വാങ്ങാം. പക്ഷേ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, ആ 30 പുറങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് നിശ്ചിത ടൈമിലായിരിക്കണം. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ആ ലീഫ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ഏതാണ് ആ ലീഫ്? ഓരോ ദിവസങ്ങളുമാണ് റമളാനിലെ. ഇന്ന് റമളാൻ 1 നാം ചെയ്യേണ്ട അമലുകൾ അത് നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ആ ചെക്ക് ലീഫിൽ എഴുതി വാങ്ങേണ്ട സംഖ്യ നമുക്ക് എഴുതി വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ പുറവും ഓരോ ദിവസവും നമുക്ക് മൂല്യവത്താക്കാൻ, എത്രത്തോളം നമ്മുടെ ആഖിറത്തിലേക്കുള്ള ഇൻകം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോവാൻ അത്തരമൊരു തീരുമാനമെടുക്കാൻ വിശ്വാസികളൊക്കെ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാത്തിരിപ്പിന് ശേഷം സാഫല്യമാക്കി തന്ന ഈ വിശുദ്ധമായ റമളാൻ എത്രത്തോളം ആവേശത്തോടുകൂടെ ഇന്നലെ നമ്മൾ വരവേറ്റോ അതിലേറെ സന്തോഷത്തോടുകൂടെ ഈ വിശുദ്ധമായ റമളാനിൽ ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.